ഒരു ലോകകപ്പിൽ ഒരു ഡിഫൻഡറിൻ്റെ പേര് ലോകം മൊത്തം ചർച്ച ചെയ്യുന്നത് ഒരു അപൂർവമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ 2026 വേൾഡ് കപ്പിൽ സ്പെയിനായിട്ട് അതാണ് സംഭവിച്ചത്. ആ പേര് പൗ കുബാസി. ഒരു 19 വയസ്സുകാരൻ സ്പാനിഷ് ഡിഫൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ലോകം കണ്ട്. കുബാസി വെറും ഒരു ഡിഫൻഡർ ആയിരുന്നില്ല, ഒരു ഡിഫൻസീവ് പ്ലേ മേക്കർ ആയിരുന്നു. വരുന്ന ബോളുകൾ ക്ലിയർ ചെയ്യാതെ തിരിച്ച് എങ്ങനെ അറ്റാക്ക് ചെയ്യാം എന്ന് ചിന്തിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു കുബാസി. സ്പാനിഷ് ടീമിൻ്റെ ഓരോ അറ്റാക്കും സ്റ്റാർട്ട് ചെയ്തത് കുബാസിയിൽ നിന്നാണ്. മാച്ചുകൾ കണ്ടവർക്ക് മനസ്സിലാവും. ഒരു മിഡ്ഫീൽഡർ എങ്ങനെയാണ് ഒരു ഗെയിമിനെ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലുള്ള ഒരു പ്രകടനമായിരുന്നു കുബാസി ഈ വേൾഡ് കപ്പിൽ കാഴ്ചവെച്ചത്. 662 പാസുകളാണ് കുബാസി നൽകിയത്. അതിൽ 640 സക്സസ്ഫുൾ പാസസ്. പാസിംഗ് ആക്യുറസി 96%. ഇനി കുബാസിയുടെ ഡിഫെൻഡിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 33 ക്ലിയറൻസുകൾ, 29 ബോൾ റിക്കവറീസ്, 27 ഡുവൽസ് വൺ, 14 ഏരിയൽ ഡുവൽസ് വൺ, 3 ഇൻ്റർസെപ്ഷനുകൾ. അതുമാത്രമല്ല, ഒരു ഡിഫൻഡറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കണക്ക് 8 ടാക്കിളാണ് കുബാസി ഈ ഒരു ലോകകപ്പിൽ ട്രൈ ചെയ്തത്. അതിൽ 8ഉം സക്സസ്ഫുള്ളാണ്. അതായത് ടാക്കിൾ ചെയ്യുന്നതിൽ കുബാസി എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. പിന്നെ അത്ഭുതപ്പെടുത്തിയ രണ്ടാമത്തെ കാര്യം, കുബാസി ഒരു തവണ മാത്രമാണ് ഈ ലോകകപ്പിൽ ഡ്രിബിൾ ചെയ്യപ്പെട്ടത്. ഇനി ഡിസിപ്ലിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലും വളരെ ഫെയറാണ് കുബാസി. 4 ഫൗളുകളാണ് ഈ ലോകകപ്പിൽ ടോട്ടലായിട്ട് കുബാസി കമ്മിറ്റ് ചെയ്തത്. അതിൽ 1 യെല്ലോ കാർഡ്, നോ റെഡ് കാർഡ്. ഇതും ഒരു ഡിഫൻഡറിന് മാതൃകയാക്കാൻ പറ്റുന്ന കണക്കുകളാണ്. കുബാസിയുടെ ഈ ഒരു പ്രകടനം 1990 വേൾഡ് കപ്പിലെ പൗളോ മാൾഡിനിയുടെ കണക്കുകൾ മറികടന്ന് എന്നുള്ള ചർച്ചകൾ വരെ നടന്നിട്ടുണ്ട്. പൗളോ മാൾഡിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. ലോകത്തെ എക്കാലത്തെയും മികച്ച ഡിഫൻഡറായിരുന്നു പൗളോ മാൾഡിനി. അദ്ദേഹത്തിൻ്റെ റെക്കോർഡുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള കണക്കുകൾ കുബാസി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഫ്യൂച്ചറിൽ ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഒരിക്കലും മാൾഡിനെയും കുബാസിയെയും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. രണ്ടും 2 കാലഘട്ടത്തിലെ പ്ലേയേഴ്സാണ്. 2 പേരുടെയും ശൈലി വേറെയാണ്. കുബാസിയുടെ വയസ്സ് ഇപ്പോൾ 19. സ്പെയിനിന് വേണ്ടിയിട്ടും ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ടും ഒരുപാട് മാച്ചുകൾ ഇനിയും കളിക്കാം. എത്ര റെക്കോർഡുകൾ സൃഷ്ടിക്കും എന്നൊക്കെ നമുക്കിനി കണ്ടറിയണം.